കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി കൺവെൻഷന് തുടക്കമാവും. 10 മണിക്ക് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്യും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ കേബിൾ TV രംഗത്തെ കോർപ്പറേറ്റ് അധിനിവേശ ശക്തിക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി 35 വർഷമായി സമാനതകളില്ലാത്ത ജൈത്രയാത്രയാണ് COAയുടേതും കേരള വിഷന്റേതും. ജില്ലയിൽ 1 ലക്ഷത്തിലധികം ഡിജിറ്റൽ സേവനദാതാക്കളും 60,000-ഓളം ബ്രോഡ്ബാൻഡ് വരിക്കാരുമുണ്ട്. 30 ലക്ഷം വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ TV ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ സേവനദാതാവാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12.5 ലക്ഷം വരിക്കാരുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ ഈ 2 വിഭാഗങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി 1ാം സ്ഥാനത്ത് കേരള വിഷൻ തുടരുകയാണ്. നമ്മുടെ ജില്ലാ സമ്മേളനം വരുന്ന 20-ാം തീയതി രാജ്യ റെസിഡൻസിയിൽ വെച്ച് ചേരുകയാണ്. അതിന് എല്ലാ പരസ്പര ജനങ്ങളും ഒക്കെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ സമ്മേളനമാണ് ഒരുക്കിയത്. നമ്മുടെ ഈ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ്. അതേപോലെ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ്, ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി സുരേഷ്. ഇന്ത്യയിൽ റൂറൽ കണക്ടിവിറ്റിയിലും അതാതു രംഗത്തെ അതിവേഗ വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ പട്ടികയിലും കേരള വിഷൻ 1ാമതാണ്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിലെയും നഗരങ്ങളിലെയും ദൈനംദിന സംഭവ വികാസങ്ങൾ കൃത്യമായും വ്യക്തമായും പക്ഷപാതരഹിതമായും സമയബന്ധിതമായി പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും അടിസ്ഥാന വർഗങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ജില്ലാ ചാനലും 3 പ്രാദേശിക ചാനലുകളും സംപ്രേഷണം ചെയ്തു വരുന്നു. വാർത്തയ്ക്ക് പുറമെ ജില്ലയിലെ പ്രധാന ഉത്സവാഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണവും വിനോദ വിജ്ഞാന പരിപാടികളുമെല്ലാം കോർത്തിണക്കി കാലോചിതമായ രീതിയിലാണ് ഈ 4 ചാനലുകളുടെയും പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. കേബിൾ TV രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരള വിഷൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ന് രാജ്യത്ത് 1500-ഓളം വരുന്ന MSOക്കിടയിലും 1471-ഓളം വരുന്ന ISP പ്രൊവൈഡർമാർക്കിടയിലും നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് 32 ലക്ഷം സേവന ദാതാക്കളുമായി കേരള വിഷൻ 5ാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇന്റർനെറ്റ് രംഗത്ത് കേരള വിഷന്റെ സ്ഥാനം 6ാം സ്ഥാനത്താണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് മാത്രം ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം കേരള വിഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിൽ 80-ൽ പരം പ്രാദേശിക ചാനലുകളും കേരള വിഷൻ ന്യൂസ് സാറ്റലൈറ്റ് ചാനലും പ്രവർത്തിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ടുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ച് കൺവെൻഷൻ ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള CCTV പ്രൊജക്ട്, എല്ലായിടത്തും സൗരോർജം, എല്ലാവർക്കും സോളാർ, വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ എന്നീ പദ്ധതികളെപ്പറ്റി കൺവെൻഷൻ DPR തയ്യാറാക്കി അവതരിപ്പിക്കും. വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ്, 5 വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ 100% വർധനവ്, ജിയോ, ഡിസ്നി, ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സതീഷ് K. പാക്കം, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ്, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ വിനോദ് P., പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TV മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.